ടി സിദ്ദിഖ് ഇപ്പോൾ ശിഖലാവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുന്നു. ഈ ഇടത്തുള്ളതായ മുഴുവൻ, ഈ ഇടത്ത് മാത്രമല്ല അനുബന്ധ കാര്യങ്ങൾ പറയാം, മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കുക. അത് ഇവിടെ മാത്രമല്ല, നൂൽപ്പുഴ, അമ്പലവയൽ, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള 3 ഇതിനോട് ചേർന്ന് നിൽക്കുന്നതായ ഇടങ്ങളിലും ലോക്കൽ ബോഡീസിലും ഇന്ന് തന്നെ പ്രത്യേക യോഗം നടക്കും. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥന്മാരും ആരോഗ്യ പ്രവർത്തകരും ട്രൈബൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളുകളും ഒന്നിച്ചു ചേർന്നിട്ടുള്ള യോഗമാണ്. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് ആ പഞ്ചായത്തുകളിലും സമാനമായിട്ടുള്ള പ്രവർത്തനം, സ്കൂൾസിന്റെ മോണിറ്ററിംഗ്, അതുപോലെ വീടുകളുടെയും ഉന്നതികളുടെയും മോണിറ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർണ്ണതോതിൽ നടത്താനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ഇതിൽ അസുഖം വന്നതായിരിക്കുന്ന കുട്ടികളുടെ വീട്ടിലുള്ളതായിരിക്കുന്ന മറ്റു കുട്ടികൾ, അങ്ങനെ ആ കുട്ടികൾ പഠിക്കുന്നതായിട്ടുള്ള 12 സ്ഥാപനങ്ങളുണ്ട്. ഒരു വീട്ടിൽ തന്നെ 2 മക്കളുണ്ടാകുമ്പോൾ 3 മക്കളുണ്ടാകുമ്പോൾ അവർ പഠിക്കുന്ന സ്കൂളുകൾ. അതിൽ 11 സ്കൂളും ഒരു എഞ്ചിനീയറിംഗ് കോളേജുമാണ്. അപ്പൊ ആ സ്കൂളുകൾ പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരിക. വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ ആ സ്കൂളിൽ മെഡിക്കൽ സംഘത്തിന്റെ സാന്നിധ്യം ഇന്ന് ഉറപ്പുവരുത്തും. ശിഖലാവലോകന യോഗത്തിന് ശേഷം മന്ത്രി ടി സിദ്ദിഖ് ഇപ്പോൾ സംസാരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.